تؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 ജന്മദിനമാണ് ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരുന്നത്. 15 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിലെ മക്കയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ നിയോഗമനമില്ലായിരുന്നുവെങ്കിൽ അറേബ്യയുടെ അവസ്ഥ എന്തായിരിക്കും? 10,000-കണക്കിന് പെൺകൊടികളെ ഇന്നും കുഴിച്ചു മൂടുന്ന ഒരു ശവപ്പറമ്പായിരിക്കാം ഒരുപക്ഷെ അറേബ്യൻ ഉപദ്വീപ്. അടിമ ചങ്ങലകളിൽ നിന്ന് 10,000-ങ്ങളെ വിമോചിതനാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അറേബ്യയിൽ നിന്നും ജാതിയുടെയും മതത്തിൻ്റെയും വംശവരയുടെയും പേരിൽ ഒരു ഭ്രാന്താലയം എന്ന പേരിലായിരിക്കാം ഒരുപക്ഷെ അറേബ്യ എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ഇന്നും ആ രൂപത്തിലായിരിക്കാം നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമനത്തോടെ ലോകം ഒരു പൊതുയുഗപ്പിറവിക്കാണ് സാക്ഷ്യം വഹിക്കുകയുണ്ടായത്. ചരിത്രകാരന്മാരൊക്കെ ആ വസ്തുത വിലയിരുത്തിയതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്, ഇന്നാ അർസൽനാക ബിൽ ഹഖ് ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നത് സത്യവുമായിട്ടാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പരലോകത്തിലേക്ക് വേണ്ടി തയ്യാറാവുക എന്ന സത്യവുമായിട്ടാണ് ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നത്. ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അതിനൊരു സാക്ഷി എന്ന നിലയിലും ജനങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും നരകത്തിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ് ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ലി തുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുക, ആ പ്രവാചകനെ നിയോഗിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുക. വ തുഅസ്സിറൂഹു വ തുഅഖിറൂഹു വ തുസബ്ബിഹൂഹു ബുക്റതൻ വ അസീല. ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കുകയും സഹായിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ആ പ്രവാചകനെ നിയോഗിച്ച അള്ളാഹുവിനെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രകീർത്തിക്കുക എന്നാണ്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകകളായിരുന്നു അവിടുത്തെ അനുയായികളായ സഹാബാ കിറാം. മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ ഖുറൈശികൾ നിയോഗിച്ചത് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി ആയിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചർച്ച നടത്തുകയും തിരിച്ച് ഖുറൈശികളുടെ അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അദ്ദേഹം കണ്ട അനുഭവം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഐ ഖൗം ലഖദ് വഫത്തു അലൽ മുലൂക്ക് ഖൈസർ വ കിസ്റ വ നജ്ജാശി. എൻ്റെ ജനങ്ങളെ, ഞാൻ ലോകരാജാക്കന്മാരുടെ ദർബാറുകളിലേക്കൊക്കെ കടന്നു ചെന്നിട്ടുണ്ട്. കൈസറിൻ്റെയും കിസ്റായുടെയും നേഗസിൻ്റെയും ഒക്കെ കൊട്ടാരത്തിൽ ഞാൻ ചെന്നിട്ടുണ്ട്. മാ റഅയ്തു മലിക്കൻ യുഅല്ലിമുഹു അസ്ഹാബുഹു. അവരുടെ ആരുടെയും അനുയായികൾ ആ രാജാക്കന്മാരെയും നേതാക്കന്മാരെയും ബഹുമാനിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നത് പോലെ. അദ്ദേഹം തുപ്പിയാൽ അദ്ദേഹത്തിൻ്റെ തുപ്പുനീര് കൈകളിൽ സ്വീകരിക്കാൻ അവർ കൈകൾ നീട്ടുകയാണ്. അദ്ദേഹം ഉളൂ ചെയ്താൽ ശേഷിക്കുന്ന വെള്ളം കുടിക്കാനും ദേഹത്ത് പുരട്ടാനും വേണ്ടി അവർ മത്സരിക്കുകയാണ്. മുഹമ്മദ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പന ശിരസാ വഹിക്കാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അവർ ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. ബഹുമാനം കാരണം അദ്ദേഹത്തിനെ കണ്ണ് തുറന്ന് അവർ നോക്കുക പോലും ചെയ്യുന്നില്ല എന്ന് ഉർവ ഖുറൈശികളോട് പോയി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയായിരുന്നു അനുയായികൾ സ്നേഹിച്ചത് എന്നതിൻ്റെ നേർസാക്ഷ്യം ശത്രുപക്ഷത്തുള്ള ഒരാൾ ഇവിടെ വിവരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ നബിയെ സ്നേഹിക്കുകയും സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിൻ്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിധിയാൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത അനുയായികൾ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിരോധിച്ചിരുന്നത് ഒരു പരിച പോലെ മുന്നിൽ നിന്നായിരുന്നു. അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ എൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പും എൻ്റെ ദേഹത്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പുകളും വാളിൻ്റെ വെട്ടുകളും ഒക്കെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അനുയായികളെ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ഉഹദ് യുദ്ധവേളയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒരുപാട് പേർ ശുഹദാക്കളായി. തങ്ങളുടെ ഉറ്റവരും ഉടയവരും കൊല്ലപ്പെട്ടെന്നറിഞ്ഞ് മദീനയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമൊക്കെ യുദ്ധരണാങ്കണത്തിലേക്ക് ഓടി വരികയാണ്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് വഴിയിൽ വെച്ച് ആരോ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. അവർ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ സ്ത്രീ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൂതർക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ പറയുകയുണ്ടായത്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള എല്ലാ ദുരന്തങ്ങളും നിസാരമാണെന്നാണ് ആ മഹദി പറയുകയുണ്ടായത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മിമ്പറിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി മിമ്പറിൽ വെച്ച് പറയുകയുണ്ടായി, ജനങ്ങളെ ഇരിക്കൂ. പള്ളിയിൽ ആരോ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞതാണ്. അത് വെളിയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് കേൾക്കുകയും അദ്ദേഹം വെയിലത്ത് അവിടെ ഇരിക്കുകയും ചെയ്യാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കടന്നു വരൂ പള്ളിയിലേക്ക് എന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ നിമിഷം ആ കേട്ടപാടെ നടപ്പാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരിക്കലൊരു അനുയായിയുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാനിടയായി. പുരുഷന്മാർക്ക് സ്വർണ്ണമോതിരം ധരിക്കുന്നത് അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി ആ സഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഊരി എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നരകത്തിലെ ഒരു തീക്കനലാണ് താങ്കൾ ധരിക്കുന്നത് എന്ന് അദ്ദേഹത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ആ മോതിരം എടുത്ത് നിങ്ങൾ വിറ്റ് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചോളൂ. അപ്പോൾ ആ സഹാബിയുടെ മറുപടി, അള്ളാഹുവിൻ്റെ റസൂല് എറിഞ്ഞ ഒരു സാധനം ഇനി ഞാൻ എടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണമോതിരം ധരിക്കാൻ വേണ്ടിയല്ല, മറ്റൊരു കാര്യത്തിന് ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിമാർ ഏതു രൂപത്തിലാണോ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തത്, അത് മാതൃകയാക്കി അവിടുത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.